കെമിസ്ട്രി ഓഫ് ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞാനിപ്പോൾ മണാലിയിലാണുള്ളത്. മണാലിയിൽ വന്നിട്ടുള്ള രണ്ടാമത്തെ ദിവസമാണ് ഇത്. ഹിമാചൽ പ്രദേശിലെ ഏറ്റവും മനോഹരമായ ഒരു പർച്ചേസ് ഏരിയയാണ്. അതായത് മോസ്റ്റ് അട്രാക്റ്റീവ് പ്ലേസാണ്. അതായത് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു സ്ട്രീറ്റ്, മാൾ റോഡ്. മണാലിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം മാൾ റോഡ്. ഇത് ഷോപ്പിങ്ങിനും ഫുഡിനും പറ്റിയ ഒരു ഏരിയ. ഇവിടെ പ്രധാനമായിട്ടും എല്ലാ ബാങ്കുകളും ഉണ്ട്. പിന്നെ ഹിമാചൽ പ്രദേശിൻ്റെ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ബസ് സ്റ്റാൻഡ് ഇവിടെയാണ്. പിന്നെ അതുകൂടാതെ പോലീസ്, ഫയർഫോഴ്സിൻ്റെയൊക്കെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇവിടെയുണ്ട്. ഇവിടെ പ്രധാനമായിട്ടും നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ തണുപ്പ് സ്ഥലമായതുകൊണ്ട് ഷവൽസ് കിട്ടും. പിന്നെ വൂളൻ മെറ്റീരിയൽസ് ഇഷ്ടംപോലെ ഇവിടെ അവൈലബിളാണ്. പിന്നെ ആർട്ടിഫിഷ്യൽ ജുവല്ലറി, അത് പിന്നെ നല്ല വിലക്കുറവിലൂടെ കിട്ടും. പിന്നെ വുഡൻ ഫർണിച്ചർ, അതായത് ചെറിയ ചെറിയ ഫർണിച്ചറും, അതുപോലെ തന്നെ ആൻറ്റിക് ആയിട്ടുള്ള സാധനങ്ങളും, പിന്നെ ബുക്സ്. പിന്നെ ഇതൊന്നും അല്ല ഇതിൻ്റെ അട്രാക്ഷൻ. അട്രാക്ഷൻ്റെ ടിബറ്റൻ ഐറ്റംസ്. നേരെ കാണുന്നതാണ് ഹിമാചൽ പ്രദേശിൻ്റെ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ബസ് സ്റ്റാൻഡ്. ഈ ബസ് സ്റ്റാൻഡ് മെയിൻ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്കുള്ള ബസ്സുണ്ട്. അതുകൂടാതെ നമുക്ക് ഇവിടേക്ക് ചുറ്റിക്കറങ്ങുന്നതിന് വേണ്ടി നമുക്ക് റെൻ്റ് ബൈക്ക്, റെൻ്റ് കാർ കിട്ടും, അവൈലബിളാണ്. പിന്നെ അതുപോലെ ഷെയർ ടാക്സി കിട്ടും. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ബൈക്കുകൾ, അതായത് സ്കൂട്ടർ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ 500 രൂപ മുതൽ മേലോട്ട് കിട്ടും നമുക്ക് ഒരു ദിവസത്തേക്ക്. 24 hour ബേസിസിലാണ് കിട്ടുന്നത്. പക്ഷേ 1000 രൂപ ഡെപ്പോസിറ്റ് കൊടുത്ത് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. എല്ലാവരും ബിസിയാണ്, ആൾക്കാരെല്ലാം തിരക്കിലാണ്. ടൂറിസ്റ്റുകൾ വന്ന് മറിയുന്ന സ്ഥലമാണ്. നമ്മളിവിടെ വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് സ്വെറ്റർ കൊണ്ടുവന്നാലും നമുക്കിത് പിന്നെ അത് താങ്ങാൻ പറ്റില്ല ഏത് തണുപ്പ് സമയത്ത്. ഇവിടെ തന്നെ മഞ്ഞിലൊക്കെ കയറുന്ന സമയത്ത് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്ത രീതിയിലുള്ള ജാക്കറ്റ് നമുക്ക് റെൻറ്റിന് കിട്ടും. അത് 250 രൂപയാണ്. അതായത് നമുക്ക് ഉപയോഗിച്ചിട്ട് അന്ന് തന്നെ തിരിച്ചു കൊടുക്കണം. 250 രൂപ ബൂട്ടിന്. അതായത് മഞ്ഞിനെ പ്രൊട്ടക്റ്റ്, തണുപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള
റോഡ് കഴിഞ്ഞ് ഞാനിങ്ങനെ വെളിയിലുള്ള റോഡിലോട്ട് പോകും. ഇതാ നോക്കുക, നല്ല ഫ്രൂട്ട്സ് ഉണ്ട്, വെജിറ്റബിൾസും ഫ്രൂട്ട്സും ധാരാളം ഉണ്ട്. നല്ല തിരക്കാണ് സീസൺ ടൈമിലെല്ലാം. നോർത്ത് ഇന്ത്യയിൽ കുറച്ച് ഇഷ്ടം പോലെ കിട്ടും. ഇനി സാമ്പാറൊന്നും കിട്ടണമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് വരണ്ട, നടക്കത്തില്ല. അപ്പോൾ ആൾക്കോട് ചുറ്റിക്കറങ്ങി അങ്ങനെ ഞാൻ പാർക്കിംഗ് ഏരിയയിലെത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നിങ്ങൾക്ക് എല്ലാവർക്കും ടാറ്റാ.